നിങ്ങൾക്കറിയാമോ, ഇതുപോലെയുള്ള വലിയ ഹാളുകളിൽ എത്തുമ്പോൾ വളരെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മറുപടികൾ ചേഞ്ച് ആകാറുണ്ട്. ഇവിടെ എന്താണ് മറുപടി പറയേണ്ടത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഓരോ ആത്മാവിലും സ്വാഭാവികമായി ജ്ഞാനം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം. ഓരോ ആത്മാവിൻ്റെയും യഥാർത്ഥ ഗുണമാണ് വിവേകം. നമ്മൾ ഓരോരുത്തർക്കും സത്യവും ശരിയും എന്താണെന്ന് തിരിച്ചറിയാനാകുന്നതും പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇവിടെ നിന്നും പുറമേക്ക് പോകുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുന്നു. അതുകൊണ്ട് ഈ ലോകം പെർഫെക്റ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കാൻ താങ്കൾ തയ്യാറാണോ? ഉറപ്പാണോ? ലോകമെന്നാൽ ഈ ഭൂമിയല്ല, ലോകമെന്നാൽ എൻ്റെ ലോകം, അതായത് എനിക്ക് ചുറ്റുമുള്ള ലോകമെന്നാണ് അർത്ഥം. എൻ്റെ ലോകം. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. ഓക്കെ, ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ മാത്രമാണോ ഞാൻ ഹാപ്പിയായി ഇരിക്കുന്നത്? അതോ ഞാൻ ഹാപ്പിയായി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഹെൽത്തി ആവുകയാണോ ചെയ്യുന്നത്? ഏതു വിധത്തിലുമാകാം അല്ലേ? ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ സന്തോഷവാനാകാം. എന്നാൽ ഇവിടെ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിൽ പലരും പറയും, എൻ്റെ ഹെൽത്ത് ശരിയാവുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷമായിരിക്കും. അതായത് ഇത്രയും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് എങ്ങനെ ഹാപ്പിയായി ഇരിക്കാനാകും? അങ്ങനെ ആകുമ്പോൾ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിഭാഷയിൽ വ്യത്യാസവും ഉണ്ടാകും. ഇവിടെ എനിക്ക് സന്തോഷമായി ഇരിക്കണമെങ്കിൽ എൻ്റെ ശരീരം ഹെൽത്തി ആകണം. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി പറയൂ, ഞാൻ ഹെൽത്തി ആയിരിക്കുമ്പോൾ ഹാപ്പി ആയിരിക്കുമോ അതോ ഹാപ്പി ആയിരിക്കുന്നതിലൂടെ ഞാൻ ഹെൽത്തി ആവുകയാണോ ചെയ്യുന്നത്? പറയൂ, എങ്ങനെയായിരിക്കും അത്? അതെ, ഞാൻ സന്തോഷമായി ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആരോഗ്യവാനായി മാറുന്നു. ഇനി ഞാൻ ഹെൽത്തി അല്ല എന്നിരിക്കട്ടെ, അതിൻ്റെ കാരണം എന്തായിരിക്കും? അതെ, ഞാൻ ഹാപ്പി അല്ല എന്നതാണ് ഹെൽത്തി ആവാത്തതിൻ്റെ കാരണം. എൻ്റെ കൂടെയുള്ളവരെല്ലാം എന്നോട് നന്നായി പെരുമാറുന്നു. എൻ്റെ ബന്ധങ്ങളെല്ലാം വളരെ സുന്ദരമാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയായി ഇരിക്കുന്നു. ഇനി അതല്ല, എൻ്റെ റിലേഷൻഷിപ്സ് വളരെ മനോഹരമായി തുടരുന്നതും എൻ്റെ കൂടെയുള്ളവർ എന്നോട് നന്നായി പെരുമാറുന്നതുമൊക്കെ ഞാൻ സന്തോഷവാനായി ഇരിക്കുന്നത് കൊണ്ടാണോ ഉണ്ടാവുന്നത്? അങ്ങനെയാണോ? അവസാനം എന്താണ് ഉണ്ടാകുന്നത്? ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചുറ്റിത്തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ എത്തുന്നു എന്ന് എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം, അതായത് റെസ്പോൺസിബിലിറ്റി, തിരിച്ച് നമ്മളിലേക്ക് തന്നെ എത്തുന്നു. അതാണ് സത്യം അല്ലേ? അതാണ് സത്യം. ഇക്കാര്യം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മനോഹരമാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. ശരിയായ സമവാക്യവും ശരിയായ രീതിയും നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സുന്ദരമാക്കി മാറ്റാനായി നമ്മൾ എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ഒരിക്കലും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്, അതായത് വിത്തിലേക്ക് ഓർ ബീജത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ജീവിതത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഉറവിടമാണ്. രണ്ടാമത്തേത് ജീവിതമാകുന്ന വൃക്ഷവും. ഇനി മുഴുവൻ ലോകത്തെയും മറന്നേക്കൂ. നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാത്രം കാണൂ. നിങ്ങളുടെ ലോകത്തെ മാത്രം. നിങ്ങളുടെ മനസ്സ് അഥവാ ആത്മാവിനെ മാത്രം കാണുക. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന ചിന്തകളുടെയും ഫീലിങ്സിനെയും ഒക്കെ സൃഷ്ടിക്കുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിത്ത്. ആ വിത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതമാകുന്ന വൃക്ഷം വളരുന്നു. നമ്മുടെ ജീവിതമാകുന്ന വൃക്ഷത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മുടെ ജീവിത വൃക്ഷത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ ജോലി, നമ്മുടെ ബന്ധങ്ങൾ, കുടുംബത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ സാമൂഹികമായ കാര്യങ്ങൾ, അങ്ങനെ പലതും നമ്മുടെ ജീവിത വൃക്ഷത്തിൽ ഉൾപ്പെടുന്നു.
എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിറവേറ്റുന്നതും വൃക്ഷത്തെ പരിപാലിക്കുന്നതും ആരാണ്? നിങ്ങളുടെ ആത്മാവ് അഥവാ മനസ്സാകുന്ന വിത്താണ് അതെല്ലാം ചെയ്യുന്നത്. എൻ്റെ ഈ കടമകളെല്ലാം ചെയ്യുന്നത് ആരാണ്? എൻ്റെ മനസ്സ്. എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ഉണ്ടാക്കുന്നത് ആരാണ്? എൻ്റെ മനസ്സ്. ആരാണ് എൻ്റെ ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നത്? എൻ്റെ മനസ്സ്. ആരാണ് സോഷ്യൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്? അതും എൻ്റെ മനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് വിത്ത്? മനസ്സ് അല്ലേ? മനസ്സാണ് വിത്ത്. സോ എന്താണ് ഈ വിത്തിൽ നിന്നും വളരുന്ന വൃക്ഷം? എൻ്റെ ജന്മത്തിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതമാണ് ആ വൃക്ഷം. ഇപ്പോൾ ദിവസം മുഴുവനും ആ വിത്തിനു വെള്ളം നൽകുന്നതിനു പകരം, വിത്തിനെ പരിപാലിക്കുന്നതിനു പകരം നമ്മൾ വൃക്ഷത്തിനും വൃക്ഷത്തിലെ ഫലങ്ങളിലേക്കുമാണ് വെള്ളമൊഴിക്കുന്നത്. ഇവരെ സന്തോഷിപ്പിക്കൂ. ഇവരെയും അവരെയും ഒക്കെ സന്തോഷിപ്പിക്കൂ. ഇത് ക്ലീനാക്കി വയ്ക്കൂ. ഇത് പെർഫെക്റ്റ് ആക്കൂ. ആക്ച്വലി ഇത് മനോഹരമാക്കി വയ്ക്കൂ. അങ്ങനെ വൃക്ഷത്തിൻ്റെ ഒരു ഭാഗം കഴുകി വൃത്തിയാക്കി വരുമ്പോഴേക്കും മറുഭാഗം വൃത്തികേടായിട്ടുണ്ടാകും. ഇനി അവിടെ വൃത്തിയാക്കുമ്പോഴേക്കും ആദ്യം കഴുകി വൃത്തിയാക്കിയ ഭാഗം നമ്മളോട് പിണങ്ങും. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഞാൻ എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബത്തിനൊപ്പം ചെലവഴിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇനിയല്ല, കുടുംബത്തിൻ്റെ ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ ജോലിയൊക്കെ ആകെ പ്രോബ്ലത്തിലാകുന്നു. എങ്ങനെയാണ് ഞാൻ ജോലിയും കുടുംബത്തെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മൾ വൃക്ഷത്തെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്നതാണ് ഇതിൻ്റെയൊക്കെ കാരണം. ജോലിക്കും കുടുംബത്തിനും ഒരേ പ്രാധാന്യം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ പിന്നെ എൻ്റെ ആരോഗ്യമായിരിക്കും പ്രശ്നം. എന്തെന്നാൽ ഇവയുടെ എല്ലാം ഇടയിൽ എനിക്ക് എൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. സോ എവിടെയോ എന്തിൻ്റെയൊക്കെയോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. എനിക്ക് എല്ലാ കാര്യങ്ങൾക്കുമായി സമയം ലഭിക്കുന്നില്ല. ഒരു ദിവസം എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു ചെയ്യുക എന്നത് അസാധ്യമാണ്. നമ്മൾ ജീവിതമാകുന്ന വൃക്ഷത്തെ മാത്രമാണ് സംരക്ഷിച്ചു പോരുന്നത്. ഇതാണ് ഇതിനെല്ലാം കാരണം. ഒരു ദിവസം മനസ്സാകുന്ന പൂന്തോട്ടത്തിലേക്ക് പോകുക. എന്നിട്ട് ആ വൃക്ഷത്തെ പരിപാലിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഉണ്ടാകുക? നിങ്ങൾക്ക് കൂടുതൽ സമയം ചെലവിടേണ്ടതായി വരും. അതേപോലെ കൂടുതൽ പരിശ്രമം വേണ്ടി വരും. എന്നിട്ട് അതിൽ നിന്നും വളരെ കുറച്ചു മാത്രം ഫലവും ലഭിക്കും. ഇതാണ് ഉണ്ടാകുന്നത്. ഇതിനു പകരം വിത്തിനു മാത്രം വെള്ളം ഒഴിക്കാൻ എത്ര സമയമെടുക്കും? ഒരു വിത്തിന് വെള്ളം ഒഴിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? വിത്തിനെ വെള്ളമൊഴിച്ച് പരിപാലിക്കാൻ തുടങ്ങുക. വിത്ത് വൃക്ഷത്തെ സംരക്ഷിക്കും. എന്നാൽ ഇതിനു പകരമായി വിത്തിന് ജലം നൽകാതെ വൃക്ഷത്തെ മാത്രം പരിപാലിക്കുവാൻ കഠിനമായി പരിശ്രമിച്ച്, അക്ഷീണമായി പ്രയത്നിച്ച്, രാവും പകലും ബുദ്ധിമുട്ടിയിട്ട് ഓരോ ദിവസത്തിൻ്റെയും അന്ത്യത്തിൽ എൻ്റെ ജീവിത വൃക്ഷത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന ഫലം ആകെ വാടിയതാണെങ്കിൽ, അങ്ങനെ ആവുമ്പോഴാണ് എനിക്ക് എല്ലാമുണ്ട് എന്നിട്ടും ഞാൻ സന്തോഷവതിയല്ല, ഞാൻ സംതൃപ്തയല്ല, എൻ്റെ ബന്ധങ്ങളിൽ ഒത്തൊരുമയില്ല എന്ന സ്ഥിതിയെല്ലാം ഉണ്ടാകുന്നത്. കാരണം ഞാൻ വൃക്ഷത്തെ മാത്രമാണ് പരിപാലിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ ഇത്രയ്ക്ക് കഠിനമായി പ്രയത്നിക്കേണ്ട ആവശ്യമേ ഇല്ല. ആക്ച്വലി ജീവിതം ഒരു സംഘർഷമല്ല. ഇപ്പോഴൊക്കെ ആരോടെങ്കിലും എന്തു പറയുന്നു, സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി ലഭിക്കുക? ആദ്യം കാണുമ്പോൾ എല്ലാവരും ഹായ് ഹായ് എന്നല്ലേ പറയുക. സ്പിരിച്വാലിറ്റി പറയുന്നത് ഒരിക്കലും ആരോടും ഹായ് ദറ്റ് ഈസ് ഹായ് എന്ന് പറയരുത് എന്നാണ്. ഹിന്ദിയിൽ ഹായ് എന്നാൽ അയ്യോ എന്നാണ് അർത്ഥം. സോ ആവർത്തിച്ചു പറയുന്ന ഓരോ വാക്കും ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറുന്നു. പല വാക്കുകളും ചെറുതാക്കി ചെറുതാക്കി രാവിലെ മുതൽ രാത്രി വരെ ജസ്റ്റ് ലൈക്ക് ഹായ് ഹായ് എന്ന് പറഞ്ഞ് പരസ്പരം സംസാരിക്കുന്നു. ഹായ് 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 എന്ന് പറഞ്ഞ് ജീവിതവും ഹായ് 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 എന്ന രീതിയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഹായ് എന്ന് ഒരിക്കലും പറയരുത്. പരമാത്മാവ് പറയുന്നത് നമ്മൾ എപ്പോഴും വാ വാ എന്ന് പറയണം.
സ്വയം അഭിനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുക. അതാണ് വാ വാ എൻ്റെ ജീവിതം എത്ര നല്ലതാണ്, വാ എൻ്റെ ഭാഗ്യം, വാ എത്ര സുന്ദരമായ ബന്ധങ്ങളാണ് എനിക്കുള്ളത്, വാ വാ എന്നാണ് പറയേണ്ടത്. എൻ്റെ ഉള്ളിലെ വിത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണോ അതാണ് എൻ്റെ ജീവിത വൃക്ഷത്തിൻ്റെ വിശേഷതകളെ നിശ്ചയിക്കുന്നത്. വിത്തിലൂടെയാണ്, അതായത് മനസ്സിലൂടെയാണ് എൻ്റെ ജീവിത വൃക്ഷത്തിൻ്റെ ഗുണനിലവാരം പ്രകടമാകുന്നത്. ഇപ്പോൾ ഞാൻ വളരെ ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ വിത്തിന് വെള്ളമൊഴിക്കാൻ സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾക്ക് വിത്തിന് വെള്ളമൊഴിക്കാൻ എന്തുകൊണ്ടാണ് സമയമില്ലാത്തത്? കാരണം ഞാൻ വൃക്ഷത്തെ പരിപാലിക്കുന്നതിൽ ബിസിയാണ്. ഇനി നമ്മൾ ഓരോരുത്തരും ഒന്ന് സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ പുറമേ ചെയ്തിട്ടുകൂടി നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധാരാളം വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തെന്നാൽ വിത്ത് ആരോഗ്യമുള്ളതല്ല എങ്കിൽ ഒരിക്കലും ഒരു വൃക്ഷം ആരോഗ്യത്തോടെ നിലനിൽക്കില്ല. വൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടാകും, പക്ഷേ അവ രുചിയുള്ളവയായിരിക്കില്ല. ഇന്ന് നമുക്ക് ജീവിതത്തിൽ എല്ലാം ലഭിച്ചിട്ടുണ്ട്, എല്ലാം. പക്ഷേ എന്നിട്ടും ജീവിത വൃക്ഷം വളരെ ലളിതമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ബീജം വളരെ ഹെൽത്തി ആയിരുന്നു. ശരിയല്ലേ? വീടുകൾ ചെറുതായിരുന്നു, എന്നാൽ കുടുംബങ്ങൾ വളരെ സന്തോഷം നിറഞ്ഞവയായിരുന്നു. വലിയ വീടുകളിൽ ജീവിക്കുന്ന കുടുംബങ്ങളിൽ സന്തോഷം ഇല്ല എന്നല്ല ഇതിനർത്ഥം. പുറമേയുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാൻ നമ്മൾ പാടുപെടുമ്പോൾ വിത്തിനെ ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. സ്പിരിച്വാലിറ്റി, ആത്മീയത എന്നാൽ വിത്തിനെ പരിപാലിക്കുക എന്നാണ് അർത്ഥം. വിത്തിന് വെള്ളമൊഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനായുള്ള പരിശ്രമങ്ങൾ തുടങ്ങും. ദിവസം മുഴുവനും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ ശ്രദ്ധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ നാച്ചുറലായി യാതൊരു പരിശ്രമവുമില്ലാതെ തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങും. കടമകൾ സംഘർഷങ്ങളല്ലാതായി മാറും. ഇനി എന്തു പറയുന്നു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെയൊക്കെ കഴിയുന്നു എന്നൊരിക്കലും പറയരുത്. ഒരു ദിവസം കൂടിയും കടന്നുപോയി, ജീവിതം അങ്ങനെയൊക്കെ കഴിയുന്നു എന്ന രീതിയിൽ ജീവിക്കാനുള്ളതല്ല. ജീവിതം എങ്ങനെയായിരിക്കണം? ജീവിതം എങ്ങനെ ആകണം? പരമാത്മാവ് പറയാറുണ്ട്, ആരെങ്കിലും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ സുഖമായിരിക്കുന്നു, മാലാഖമാരെ പോലെ ജീവിക്കുന്നു എന്നാണ് പറയേണ്ടത്. വളരെ സുന്ദരമായ മറുപടി അല്ലേ? ശരി, ഇനി പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു, മാലാഖമാരെ പോലെ ജീവിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ മുഖം വിടരുന്നത് കണ്ടില്ലേ? ഇനി ഒന്ന് ഹായ് പറയൂ. എങ്ങനെയാവുന്നു എന്ന് കാണാം മുഖം. അതുകൊണ്ടാണ് ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത്. ഓരോ വാക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനൊരു ലോ വൈബ്രേഷനിലുള്ള ചിന്തയാണ് സൃഷ്ടിച്ചതെങ്കിൽ ഞാനൊരു ലോ വൈബ്രേഷനിലുള്ള വാക്കും സൃഷ്ടിക്കുന്നു. അങ്ങനെ ഞാനൊരു ലോ വൈബ്രേഷനിലുള്ള ഒരു ജീവിതവും യഥാർത്ഥമായി സൃഷ്ടിക്കുന്നു. മറിച്ച് ഞാനൊരു വളരെ ഉയർന്ന വൈബ്രേഷനിലുള്ള ഒരു ചിന്തയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഞാൻ ആ ചിന്തയിൽ ഏറ്റവും ശ്രേഷ്ഠമായ വൈബ്രേഷനിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ഞാൻ വളരെ ഉയർന്ന ശ്രേഷ്ഠമായ വൈബ്രേഷനിലുള്ള ഒരു ജീവിതം യാഥാർത്ഥ്യമാക്കുന്നു, അതായത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്താണ് സൃഷ്ടിക്കുന്നത് എന്നതാണ് പ്രധാനം. നമ്മൾ ജീവിതത്തിൽ ഒത്തൊരുമ ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒത്തൊരുമയും യോജിപ്പും എവിടെയാണ് വേണ്ടത്? ഐക്യം ഉണ്ടാകേണ്ടത് എവിടെയാണ്? എൻ്റെ ജീവിത വൃക്ഷത്തിലാണ് ഒത്തൊരുമ ഉണ്ടാകേണ്ടത്. ഒത്തൊരുമ, ഐക്യം എന്നാൽ എനർജി വളരെ സുഖമായി ഒഴുകുന്ന ഒരവസ്ഥയാണ്. കോൺഫ്ലിക്റ്റ്, പ്രശ്നങ്ങൾ എന്നാൽ കുരുക്കുകൾ പോലെയാണ്, നമ്മൾ അവയിൽ കുടുങ്ങിപ്പോകുന്നു. ഒത്തൊരുമയും യോജിപ്പും ഉണ്ടാകുമ്പോൾ വളരെ അനായാസമായി കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു ഒത്തൊരുമ എവിടെയാണ് വേണ്ടത്? വൃക്ഷത്തിലല്ല, നമ്മുടെ ജീവിത വൃക്ഷത്തിൻ്റെ വിത്തിലാണ് ഐക്യം ഉണ്ടാകേണ്ടത്.
ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഐക്യമുണ്ടെങ്കിൽ, ശാന്തത ഉണ്ടെങ്കിൽ, ഇവിടെ ശുദ്ധത ഉണ്ടെങ്കിൽ, അധികാരം ഇവിടെ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ബന്ധങ്ങളും പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി മാറാൻ തുടങ്ങും. നമ്മുടെ ഓരോ ചിന്തകളും നമ്മുടെ ജീവിതത്തിൻ്റെ 4 ഭാഗങ്ങളെ വളരെ ശക്തമായി സ്വാധീനിക്കുന്നു. സോ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ബോധവാന്മാരായാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു തെറ്റായ ചിന്തകളും സൃഷ്ടിക്കുകയില്ല. നമ്മൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് ചിന്തകൾ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ചിന്തകളും ആദ്യമായി എൻ്റെ തന്നെ ഫീലിങ്സിനെ സ്വാധീനിക്കുന്നു. എൻ്റെ ചിന്തകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ഫീലിങ്സ് അഥവാ വികാരങ്ങളും. നമ്മൾ ചിലപ്പോഴൊക്കെ വളരെ നിരാശ അനുഭവം ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഫീലിങ്ങിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് ഞാൻ ആദ്യം എൻ്റെ ചിന്തകളെ വ്യത്യാസപ്പെടുത്താൻ തുടങ്ങണം. അപ്പോൾ എൻ്റെ ഫീലിങ്സിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഫീലിങ്സ് എന്നത് ഒരു സെക്കൻഡ് സ്റ്റേജാണ്. എനിക്ക് വളരെ പെട്ടെന്ന് അസുഖകരമായ ഒരു ഫീലിങ്ങിൽ നിന്നും ഉയർന്ന ഫീലിങ്ങിലേക്ക് മാറാൻ സാധിക്കില്ല. എൻ്റെ ചിന്തകളിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ എനിക്ക് ശ്രേഷ്ഠമായ ഫീലിങ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് എന്തു വേണമെങ്കിലും കഴിക്കാം, കുടിക്കാം. എന്നാൽ അതുപോലെ തന്നെ ഫീലിങ്സിനെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ വളരെ താഴ്ന്ന ഒരു മനോഭാവത്തിൽ നിന്നും കൂടുതൽ താഴ്ന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. അത്രയേ ഉള്ളൂ. കാരണം ഞാൻ വളരെ ലോ വൈബ്രേഷനിലുള്ള എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണെങ്കിൽ കൂടി അത്തരത്തിലുള്ള എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവയ്ക്ക് ഒരിക്കലും എന്നെ ഉയർത്തുന്ന അല്ലെങ്കിൽ ഒരു ഉയർന്ന വൈബ്രേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും സാധിക്കില്ല. എല്ലാത്തിലും ഊർജം നിറഞ്ഞു നിൽക്കുന്നു. എവ്രിതിങ് ഈസ് എനർജി. അതുകൊണ്ട് എൻ്റെ ഓരോ ചിന്തകളും എൻ്റെ ഫീലിങ്സിൽ പ്രഭാവമുണ്ടാക്കുന്നു. രണ്ടാമതായി, എൻ്റെ ഓരോ ചിന്തകളും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും പ്രസരിക്കുന്നു, റേഡിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ഓരോ ചിന്തകളിലൂടെയും എൻ്റെ ശരീരത്തിൻ്റെ നിർമ്മാണം നടക്കുന്നു. എൻ്റെ ആരോഗ്യം എന്നത് എൻ്റെ ചിന്തകളുടെ പ്രത്യക്ഷ ഫലമാണ്. മൂന്നാമത്, എൻ്റെ ഓരോ ചിന്തകളും ഞാൻ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവരിലേക്ക് എത്തുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. നമ്മൾ എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കുന്നത് എന്നത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. നമ്മൾ ആളുകളുമായി ഇടപഴകുന്ന രീതി മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ അല്പം പോലും ശ്രദ്ധിക്കാറില്ല. ഊർജം ഇവിടെ നിൽക്കുന്നില്ല. അതായത് ഊർജം ഇവിടെ തങ്ങി നിൽക്കുന്നില്ല. ഞാൻ ഇവരെ പറ്റി ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അവരിലേക്ക് എത്തും. നിങ്ങളുടെ ഒരു മെസ്സേജ് ഫോണിലൂടെ അവരിലേക്ക് എത്തുന്നതിലും വേഗത്തിൽ നിങ്ങളുടെ ചിന്തകൾ അവരിലേക്ക് എത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നതിൽ വളരെയധികം ജാഗരൂകരാകണം. നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നത് വളരെയധികം ശ്രദ്ധിക്കണം, കെയർഫുൾ ആകണം. നിങ്ങൾക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ ഒത്തൊരുമ വേണമെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാര്യം, എൻ്റെ ചിന്തകൾ എൻ്റെ റിലേഷൻഷിപ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. ഇനി നാലാമതായി, എൻ്റെ ചിന്തകൾ ലോകത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു, വ്യാപിക്കുന്നു. ലോകമെന്നാൽ അത് നിങ്ങളുടെ വീടാകാം, ലോകം എന്നത് നിങ്ങളുടെ ഓഫീസാകാം, ലോകം എന്നത് നിങ്ങളുടെ സിറ്റി ആകാം, നിങ്ങളുടെ രാജ്യവുമാകാം. വെറുതെ ഒന്നൊരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ തന്നെ വൈബ്രേഷൻസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കാണാം. ശരിക്കും കാണാം. ഇങ്ങനെ അനുഭവം ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ സിറ്റിയുടെ വൈബ്രേഷൻ മറ്റെന്തെങ്കിലും ഒരു സിറ്റിയുടെ വൈബ്രേഷനിൽ നിന്നും വ്യത്യസ്തമാണെന്ന് എപ്പോഴെങ്കിലും അനുഭവം ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ സിറ്റിയുടെ വൈബ്രേഷൻ എങ്ങനെയുള്ളതാണ്? അത് വ്യത്യസ്തമാണ്. ഏത് തരത്തിലുള്ള വ്യത്യാസമാണ് നിങ്ങളുടെ സിറ്റിയുടെ വൈബ്രേഷനിലുള്ളത്? നിങ്ങളുടെ സിറ്റിയുടെ വൈബ്രേഷൻ എന്താണ്? ഞങ്ങളുടെ സിറ്റി ഇഷ്ടപ്പെട്ടുവോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു സിറ്റിയെ പുറമേ കാണുന്ന രീതിയിലല്ല ഇഷ്ടപ്പെടുന്നത്, മറിച്ച് ആ സിറ്റിയുടെ വൈബ്രേഷൻസിലൂടെയാണ് നമ്മൾ സിറ്റിയെ ഇഷ്ടപ്പെടുന്നത്.
അതൊരു വീട് പോലെയാണ്. നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോകുന്നു. ആ വീട് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. എന്നാൽ പലപ്പോഴും ആ വീട്ടിലെ വൈബ്രേഷൻസ് വളരെ കനത്തതായിരിക്കും, ഭാരിച്ചതായിരിക്കും. നിങ്ങളിൽ എത്ര പേർക്ക് വീടുകളുടെ വൈബ്രേഷൻസ് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്? നമുക്ക് മനസ്സിലാകും അല്ലേ? ചിലരുടെ വീടുകളിലേക്ക് പ്രവേശിച്ചാൽ വളരെ ശാന്തതയും സ്വസ്ഥതയും അനുഭവപ്പെടും. അതേസമയം വേറെ ചിലരുടെ വീടുകളിലേക്ക് ചെന്നാൽ വളരെ ഹെവി ആയ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകാറുള്ളത്. ആരാണ് വീടുകളിലെ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നത്? ആരായിരിക്കും ആ വീട്ടിലെ വൈബ്രേഷൻ സൃഷ്ടിച്ചിട്ടുണ്ടാവുക? ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ മനസ്സാണ് ആ വീടിൻ്റെ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നത്. ഇനി അത് വീടാകട്ടെ, സിറ്റി ആകട്ടെ, അല്ലെങ്കിൽ രാജ്യമോ ഈ മുഴുവൻ ലോകമോ ആകട്ടെ, നമ്മൾ ഇതിൻ്റെ പ്രഭാവത്തെ വലിയൊരു രീതിയിൽ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവയിൽ ഏതാണെങ്കിലും അത് സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നുമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ ലോകം എങ്ങനെയായി മാറിയോ നമ്മുടെ ചിന്തകൾ അങ്ങനെയാണ്. അതിനാൽ ഇനി നിങ്ങൾ ഈ ലോകത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധ്യമാകുന്നില്ല. കാരണം ഈ ലോകം പല കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ പോരാടുകയാണ് ചെയ്യുന്നത്. ലോകത്തെ മുഴുവനായും മാറ്റാനും പുതിയ റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കില്ല. ഒരു വീടിൻ്റെ വൈബ്രേഷൻസ് ഒരിക്കലും മാറാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇത്. ഒരു വീടിൻ്റെ വൈബ്രേഷൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് മാറ്റാൻ സാധിക്കുക? ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഈ വീടിൻ്റെ വൈബ്രേഷൻസ് വളരെ ഭാരിച്ചതാണ്, ഈ വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് വേദനകൾ ഉള്ളതുപോലെയുണ്ട്, ഇവിടെ ഒട്ടും സുഖമല്ലാത്ത ഒരു വൈബ്രേഷനാണ്, നിങ്ങൾ പ്ലീസ് ഈ വീടിൻ്റെ വൈബ്രേഷൻസ് മാറ്റൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? വൈബ്രേഷൻസിനെ എങ്ങനെ മാറ്റും? എയർ ഫ്രഷ്നറിന് ഒരിക്കലും വൈബ്രേഷൻസിനെ മാറ്റാൻ കഴിയില്ല. ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നതിന് മുൻപായി നമ്മൾ എയർ ഫ്രഷ്നർ സ്പ്രേ ചെയ്യാറുണ്ട്. ആ എയർ ഫ്രഷ്നർ ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ബ്രദർ പറഞ്ഞത്, നമ്മൾ അന്തരീക്ഷത്തെ ശുദ്ധമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കൂടി ആദ്യം സ്വയത്തിൽ നിന്നും തുടങ്ങണമെന്ന്. ഞാൻ എനിക്ക് വേണ്ടി ഒരു ശാന്തമായ മനസ്സും ആരോഗ്യമുള്ള ശരീരവും സുന്ദരമായ ബന്ധങ്ങളും മനോഹരമായ വീടും വളരെ സുഖകരമായ ജോലി സ്ഥലവും ഭംഗിയുള്ള സിറ്റിയും വളരെ 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 മനോഹരമായ ഒരു ലോകവും വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, വളരെ സിമ്പിളാണ്. ഇതിനായി ഞാൻ എൻ്റെ ഓരോ ചിന്തകളും ശരിയായ രീതിയിൽ മാത്രം സൃഷ്ടിക്കണം. അത്ര മാത്രമേ ആവശ്യമുള്ളൂ. സോ എളുപ്പമല്ലേ? സിമ്പിളല്ലേ? നമുക്ക് ഇത് ഇന്നു മുതൽ ചെയ്യാൻ തുടങ്ങാം അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിർത്താം അല്ലേ? ഇതിനുശേഷം നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. ഇത് അത്രയ്ക്ക് സിമ്പിളായ ഒരു കാര്യമാണ്. എന്നാൽ ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, ദിവസം മുഴുവനും ഈ ചിന്തകൾ സൃഷ്ടിക്കുന്നത് ഞാനാണ് എന്ന അവബോധത്തിൽ ഇരിക്കണം, അവെയറാകണം. ഇന്ന് നമ്മൾ ബോധപൂർവമുള്ള ഒരു ജീവിതശൈലിയിൽ നിന്നും ഞാൻ എൻ്റെ ചിന്തകളെ സൃഷ്ടിക്കുന്നു എന്ന ഒരു ലെവലിലേക്ക് ഷിഫ്റ്റ് ആയാൽ, ഇതിനു മുൻപ് എനിക്ക് നിരാശ അനുഭവപ്പെടാനുള്ള കാരണം അവരാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ഫീലിങ്സിനും ചിന്തകൾക്കും കാരണക്കാരായി നമ്മൾ പലരെയും പഴിചാരിയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴൊക്കെയാണോ മനസ്സിൽ വിഷമവും നിരാശയും അനുഭവിച്ചത്, അപ്പോഴൊക്കെ നിങ്ങൾ പലർക്കും നേരെ വിരൽ ചൂണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾക്ക് നേരെ ചൂണ്ടിയിരുന്നു. എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം അവരാണ്. ഇതിനർത്ഥം നമ്മൾ വിപരീത ദിശയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ലോകം നല്ലതല്ല, അതുകൊണ്ടാണ് ഞാൻ ശരിയായി ചിന്തിക്കാത്തത്. ഞാൻ ഈ വിധത്തിൽ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം ഞാൻ ശരിയായി ചിന്തിക്കില്ല. സോ ഞാൻ ശരിയായി ചിന്തിക്കാത്തിടത്തോളം കാലം ഈ ലോകം ശരിയാവില്ല. അങ്ങനെ ഈ കലിയുഗവും കൂടുതൽ കൂടുതൽ ശക്തിയായി മാറുന്നു, ടോട്ടലി ശക്തമായി മാറുന്നു. ജീവിതത്തിൽ സുഖത്തിൻ്റെയും ഒത്തൊരുമയുടെയും എനർജി ഉണ്ടാകണമെങ്കിൽ ഒരു കാര്യം എന്നേക്കുമായി അവസാനിപ്പിക്കുക. ഇനി ഒരിക്കലും ഒരാളെയും ഒരു കാര്യത്തെയും നമ്മുടെ ഫീലിങ്സിന് കാരണക്കാരായി പഴിചാരരുത്. ഒരിക്കലും ഒരു കാരണവശാലും ഒരു സംഭവത്തെയോ ഒരു വ്യക്തിയെയോ നിങ്ങൾ ഇവിടെ ഫീൽ ചെയ്യുന്നതിന് കുറ്റപ്പെടുത്തരുത്. സോ ഈ ശീലമാണ് നമ്മൾ ആദ്യം അവസാനിപ്പിക്കേണ്ടത്. ഇനി നിങ്ങൾ ഇതുവരെ ഫീൽ ചെയ്ത പല കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുക.
അവരുടെ പേര് കണ്ടെത്തിയെങ്കിൽ കൈ ഉയർത്തുക. നോക്കട്ടെ ഒന്ന്, കൈ ഉയർത്തു. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ തൊട്ടടുത്തുള്ള കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ടാകും. തൊട്ടടുത്ത് തന്നെ അവർ ഇരിക്കുമ്പോൾ എങ്ങനെ കൈ ഉയർത്തും അല്ലേ? ഓർക്കുക, നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വൈബ്രേഷൻസിനെ ക്യാച്ച് ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്തു പറയുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ളതാണ് അവർ ക്യാച്ച് ചെയ്യുക. എല്ലായ്പ്പോഴും ആളുകൾ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല. സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലമാവണമെന്നുമില്ല. പലപ്പോഴും നമ്മൾ ജീവിതം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല, ഒന്നും എനിക്ക് അനുകൂലമായില്ല എന്ന് പറയാറുണ്ട്. ഓരോ തവണയും എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ചിന്തകളെയും എനിക്ക് അനുകൂലമല്ലാതെ സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. പുറം ലോകം എൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ചല്ല ഉള്ളത്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ലോകവും എനിക്ക് അനുകൂലമല്ല. എൻ്റെ ഉള്ളിലെ ലോകം എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിലാകുമ്പോൾ അതിൻ്റെ സ്വാധീനം പുറം ലോകത്തും ഉണ്ടാകുന്നു. താങ്ക് യു മേരി ബാബ. ഓം ശാന്തി.